ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിന്ന് BJP എതിർക്കാന്ന് പറയുന്നു. പക്ഷേ കേരളത്തിൽ അത് എത്രത്തോളം നടപ്പിലാക്കുമെന്നൊരു വലിയ ചോദ്യമല്ല. കേരളത്തിലെ സമരം UDFും LDFും തമ്മിലാണ്. അന്ന് ഇതേ വിഷയം അവർ നോർത്തിലും അവർ ഉന്നയിക്കില്ല. കേരളത്തിൽ കോൺഗ്രസും BJPയും ഏറ്റുമുട്ടുന്നു, അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഐക്യമില്ല എന്നുള്ള കാര്യം അവർ LDFിന് ആശയക്കുഴപ്പമൊന്നുമില്ല. കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടം LDF UDFും തമ്മിലാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് അത് BJPയുടെ കൂടെ കൈകോർത്ത് പിടിക്കാൻ പോകുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും അതൊന്നും പുതിയ കാര്യങ്ങളല്ല. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിനെയും BJPയെയും ഇവിടെ എതിർത്തുകൊണ്ടായിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങളുടെ പോരാട്ടം ദേശീയ തലത്തിൽ RSS BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമാണ്. ആ ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയമാണ് നാഷണൽ പൊളിറ്റിക്സിൽ LDFിൻ്റെ പൊളിറ്റിക്സ്. അതുകൊണ്ട് പറയുകയാണ്, ആ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഫലപ്രദമായി ഉയർത്തിപ്പിടിക്കാൻ ഈ കേരളത്തിലെ എല്ലാ സീറ്റുകളിലും LDF ജയിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഞാൻ പറയാം, സങ്കല്പിക്കുക, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആർക്കും ഭൂരിപക്ഷം ഉണ്ടാകുന്നില്ല. ഒരു തൂക്ക് പാർലമെൻറ്റ് ഉണ്ടാകുന്നു, ഹങ് പാർലമെൻറ്റ് ഉണ്ടാകുന്നു. ആ പാർലമെൻറ്റിൽ അങ്ങനെ വന്നാൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയെ രാഷ്ട്രപതി വിളിക്കണം സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി. ആ സ്ഥിതി വന്നാൽ ആ രാത്രിയിൽ തന്നെ വൻ ചാക്കുകളുമായിട്ട് അദാനിമാർ രംഗത്തിറങ്ങും BJPക്ക് വേണ്ടി MPമാരെ പിടിക്കാൻ. ആ നിമിഷം തന്നെ BJPക്ക് വേണ്ടി EDയും CBIയും IT-യും എന്ന് വേണ്ട അത്ര എല്ലാ ഏജൻസികളും വന്ന് പ്രതിപക്ഷ MPമാരുടെ വാതിക്കൽ മുട്ടി വിളിക്കും. ആ രാത്രിയിൽ തന്നെ വിളിക്കും. ഈ പണത്തിൻ്റെ പ്രലോഭനം, ഈ ഭീഷണി, ഇത് രണ്ടും വന്നാൽ അതിനു മുമ്പിൽ പതറില്ല എന്നുറപ്പുള്ള എത്ര പേരുണ്ട് കോൺഗ്രസ്സിൽ? അതിൻ്റെ ഓപ്പൺ ചലഞ്ചാണത്. ഈ സമ്മർദ്ദം വരുമ്പോൾ, പ്രലോഭനം വന്നാൽ അതിന് മുമ്പിൽ മുട്ടുവരക്കില്ല എന്ന് പറയാൻ കെൽപ്പുള്ള ആരും കോൺഗ്രസ്സിലില്ല. ഞാൻ വെറുതെ പറയുകയല്ല. ഞങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നിരകളെ കൂകിയിരുത്താൻ, ആക്രോശിക്കാൻ അവിടെയെല്ലാം മുമ്പിൽ കാണുന്ന ഒരുപാട് പേർ പഴയ കോൺഗ്രസ്സുകാരാണ്. പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, പഴയ PCC പ്രസിഡൻറ്റുമാർ, പഴയ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയ വൻനിര നേതാക്കന്മാരാണ് കോൺഗ്രസിൻ്റെ. BJPയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ അവിടെ ബഹളം വയ്ക്കുന്നവർ. രാത്രിയിൽ ഉറങ്ങാൻ പോയപ്പോൾ ഒരു കോൺഗ്രസ് ആയിരുന്നു, രാവിലെ ഉണർന്നപ്പോൾ ഒരു BJP ആയി. അതാണ് കോൺഗ്രസ്. അതുകൊണ്ട് പറയുകയാണ്, ആ സിറ്റുവേഷൻ വന്നാൽ BJPയിലേക്ക് കൂടുമാറില്ല എന്നുറപ്പുള്ള ആരും കോൺഗ്രസ്സിലില്ല. എന്നാൽ ഉറപ്പുള്ള ഒരു കൂട്ടരുണ്ട്, ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം എന്തെല്ലാം സമ്മർദ്ദം വന്നാലും, എന്തെല്ലാം പ്രലോഭനം വന്നാലും അങ്ങനെ കൂടുമാറില്ല, ചാഞ്ചാടില്ല. അതുകൊണ്ട് പറയുകയാണ്, ഇന്ത്യ സഖ്യം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഫലപ്രദമായി ഉയർത്തിപ്പിടിക്കാൻ ഇവിടെ നിന്ന് 20 MPമാരും LDFായി ജയിച്ചു പോകണം. ഞങ്ങളുടെ പോരാട്ടം അതിനു വേണ്ടിയാണ്. പക്ഷേ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് ഒഴുകി പോകുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഉണ്ടാവും? ഇത്തവണ LDFിൻ്റെ വിജയമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിജയത്തിൻ്റെ ഗ്യാരണ്ടി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.